Next topic, convolution. The convolution of two functions f of t and g of t is denoted by f of t star g of t. It is defined to be integral 0 to t f of u g of t minus u d. Next one, the convolution theorem. The convolution theorem states that Laplace inverse of f of s is f of t and the Laplace inverse of g of s is g of t. Then Laplace inverse of f of s into g of s will be f of t star g of t, which will be the convolution part integral 0 to t f of u into g of t minus u du. It is a statement. നമ്മൾ രണ്ട് ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ടേമിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആ കേസിലാണ് കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസിനെ നമ്മൾ എഫ് ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസിനെ ജി ഓഫ് ടി എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എസിൻ്റെയും ജി ഓഫ് എസിൻ്റെയും പ്രൊഡക്റ്റായിട്ട് വരുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് ടിയുടെയും ജി ഓഫ് ടിയുടെയും കൺവല്യൂഷൻ ആയിരിക്കും. ആ കൺവല്യൂഷനാണ് നമ്മൾ ഈ ഒരു ഇൻ്റഗ്രൽ യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഈ പ്രോബ്ലം വെച്ചിട്ട് നോക്കാം എങ്ങനെയാണ് കൺവല്യൂഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന്. യൂസിങ് കൺവല്യൂഷൻ തിയറം ഫൈൻഡ് ദി ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് എ ഇൻറ്റു എസ് പ്ലസ് ബി. ഇതിന് ഞാൻ രണ്ട് പാർട്ടായിട്ട് രണ്ട് ഫങ്ഷൻസ് ആയിട്ട് എസിൻ്റെ രണ്ട് ഫങ്ഷൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. എഫ് ഓഫ് എസ് ആയിട്ട് 1 ബൈ എസ് പ്ലസ് എ എന്നും ജി ഓഫ് എസ് ആയിട്ട് 1 ബൈ എസ് പ്ലസ് ബി എന്നും കൺസിഡർ ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും കൂടി പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടേമാണ് വരുന്നത്. ഇനി എഫ് ഓഫ് എസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്യാണ്. കാരണം നമുക്കറിയാം ദി ലാപ്ലേസ് ഓഫ് ആക്ച്വലി ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. സോ ദി വാല്യൂ ഓഫ് എഫ് ഓഫ് ടി വിൽ ബി, സോ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് നമ്മളിവിടെ റീപ്ലേസ് ചെയ്യണം 1 ബൈ എസ് പ്ലസ് എ. ഇത് ഡയറക്റ്റ് ആയിട്ട് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും, ഇ റേസ് ടു മൈനസ് എ ടി. ഓക്കെ, ഇനി അടുത്ത ടേം ഇതുപോലെ കൺസിഡർ ചെയ്യാണ്. ജി ഓഫ് എസ് ആയിട്ട് നമ്മളെടുത്തത് 1 ബൈ എസ് പ്ലസ് ബി. അതിൽ നിന്ന് ജി ഓഫ് ടിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ജി ഓഫ് ടി എന്ന് പറയുന്നത് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ്, ക്യാപിറ്റൽ ജി ഓഫ് എസ്. ഈ ജി ഓഫ് എസിൻ്റെ സ്ഥാനത്ത് 1 ബൈ എസ് പ്ലസ് ബി എന്ന് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് ബി. അത് ബൈ ദി ഫോർമുല വി ഹാവ് ഇറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ബി ടി. ഇനിയാണ് നമ്മൾ കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കൺവല്യൂഷൻ തിയറം എന്ന് പറയുന്നത് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു എന്നാണ്. ഇനി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ എഫ് ഓഫ് എസും ജി ഓഫ് എസും. അതാണ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് എ ഇൻറ്റു 1 ബൈ എസ് പ്ലസ് ബി. ഇതാണ് നമുക്ക് ലാപ്ലേസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ടേം എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി by using convolution theorem the value will be integral 0 to t. നമ്മൾ എഫ് ഓഫ് ടിയുടെ വാല്യൂ നമുക്ക് കിട്ടിയേക്കുന്ന എഫ് ഓഫ് ടിയുടെ വാല്യൂ ആണ് ഇ റേസ് ടു മൈനസ് എ ടി എന്നുള്ളത്. സോ ദി വാല്യൂ ഓഫ് എഫ് ഓഫ് യു വിൽ ബി റീപ്ലേസിങ് ടി ബൈ യു. സോ വി ഗെറ്റ് റേസ് ടു മൈനസ് എ യു. അതാണ് ഇവിടെ റീപ്ലേസ് ചെയ്തത്. എഫ് ഓഫ് യുവിന് പകരം ഇ റേസ് ടു മൈനസ് എ യു എന്ന് റീപ്ലേസ് ചെയ്തു. അതുപോലെ ജി ഓഫ് ടിയുടെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് ഇ റേസ് ടി ടി. സോ ജി ഓഫ് ടി മൈനസ് യു എന്ന് പറയുന്നത് എന്ത് വരും, ഇ റേസ് ടു മൈനസ് ബി ഇൻറ്റു ടി എന്ന് വരും. അതാണ് ഇവിടെ ജി ഓഫ് ടി മൈനസ് യുവിന് പകരം റീപ്ലേസ് ചെയ്ത്. ഇനി ഇൻ്റഗ്രേഷൻ ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ആ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു യു ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇ റേസ് ടു മൈനസ് എ യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി ടി. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യണം, ബി ഉള്ളിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് ബി ഇൻറ്റു മൈനസ് യു എന്ന് പറയുന്നത് പോസിറ്റീവ് ബി യു എന്ന് വരും. ഈ ഇ റേസ് ടു മൈനസ് ബി ടി എന്നുള്ളത് നമ്മൾ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുന്നതുകൊണ്ട് ഈ ടേമിന് നമുക്ക് ഇൻ്റഗ്രലിന് ഔട്ട് സൈഡ് എടുക്കാം, കാരണം അത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇ റേസ് ടു മൈനസ് ബി ടീനെ ഔട്ട് സൈഡ് എടുത്ത് കഴിയുമ്പോൾ ബാലൻസ് വരുന്ന ടേംസ് ഇ റേസ് ടു മൈനസ് എ യു ഇൻറ്റു ഇ റേസ് ടു ബി യു. ഇതിന് രണ്ടിനും കൂടി ഒന്ന് കമ്പൈൻ ചെയ്യാം, കാരണം ഇ റേസ് ടു എം ഇൻറ്റു ഇ റേസ് ടു എൻ ഇസ് ഇ റേസ് ടു എം പ്ലസ് എൻ. സോ ഇ റേസ് ടു ബി യു ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ യു വിൽ ബി ഇ റേസ് ടു, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ബി യു മൈനസ് എ യു. യുവിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തതാണ് ഇവിടെ. അപ്പോൾ ഇ റേസ് ടു ബി മൈനസ് എ ഇൻറ്റു യു ഡി യു എന്ന് വന്നു. ഓക്കെ,
ഇനി നമ്മളിവിടെ ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണ്. ഇ റേസ് ടു യുവിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇ റേസ് ടു യു. സോ ഇ റേസ് ടു മൈനസ് ഇ റേസ് ടു ബി മൈനസ് എ ഇൻറ്റു യുവിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഇ റേസ് ടു ബി മൈനസ് എ ഇൻറ്റു യു ബൈ അതിൻ്റെ ഡെറിവേറ്റീവിനെ ഡിവൈഡ് ചെയ്യുക, ചെയിൻ റൂൾ. സോ ബൈ ബി മൈനസ് എ ടു ദി ലിമിറ്റ് 0 ടു ടി. ഈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ യുവിൻ്റെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ടി വരും, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0. ഇ റേസ് ടു 0ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ തന്നെ ഈ ബ്രാക്കറ്റ് ഈ സെയിം റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തതാണ് ഇ റേസ് ടു ബി ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി ടി. ഇനി ഈ ടേമിനെ ഒന്ന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് ഇ റേസ് ടു മൈനസ് ബി ടി ഇൻറ്റു ഇ റേസ് ടു ബി ടി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എ ടി. ഈ ടേമിനെ ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് എടുക്കുന്നതാണ്. മൈനസ് ഇ റേസ് ടു മൈനസ് ബി ടി ബൈ ബി മൈനസ് എ. ഇ റേസ് ടു മൈനസ് ബി ടി ഇൻറ്റു ഇ റേസ് ടു ബി ടി എന്ന് പറയുന്നത് എന്ത് വരും? ഇ റേസ് ടു 0. സോ 1 എന്ന് വരും. അത് ക്യാൻസൽ ചെയ്ത് കളയാൻ വേണമെങ്കിൽ ഇ റേസ് ടു മൈനസ് എ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ബി ടി ബൈ ബി മൈനസ് എ. സോ ദിസ് വിൽ ബി ദി ഇൻവേഴ്സ് വാല്യൂ ഓഫ് ദി ഗിവൺ ഫംഗ്ഷൻ. The next problem using convolution theorem, we need to find the value of Laplace inverse of s by s square plus a square into s square. ഈ ടേമിനെ നമുക്ക് രണ്ട് ടേമിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കാം. ഒന്ന് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ടേം വരുന്നില്ലേ. ഇനി എന്തായിട്ട് എടുത്താൽ മതി? ഈ ഫസ്റ്റത്തെ ടേമിനെ എഫ് ഓഫ് എസ് ആയിട്ട് എടുക്കുക, സെക്കൻഡ് ടേമിനെ ജി ഓഫ് എസ് ആയിട്ട് എടുക്കുക. തിരിച്ചെടുത്താലും സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുക. നെക്സ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി. സോ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്. എഫ് ഓഫ് എസ് എന്നുള്ളതെടുത്ത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള വാല്യൂ റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഡയറക്റ്റ് ആയിട്ട് ഫോർമുലയാണ് വന്നിട്ടുള്ളത്. ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് കോസ് എ ടി എന്ന് വരും. അതുപോലെ ജി ഓഫ് എസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തത് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സോ ജി ഓഫ് ടി വിൽ ബി ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ്. ജി ഓഫ് എസിൻ്റെ സ്ഥാനത്ത് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് റീപ്ലേസ് ചെയ്ത് കൊടുത്തു. സോ ബൈ ദ റിസൾട്ട് വി ഹാവ് ജി ഓഫ് ടി ഈസ് 1 ബൈ എ സൈൻ എ ടി. നമ്മൾ എഫ് ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തു, അതുപോലെ തന്നെ ജി ഓഫ് ടി കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ടേമിൻ്റെ ലാപ്ലേസ് ഇൻവേഴ്സ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യുകയാണ്. So we have the convolution theorem as Laplace inverse of f of s into g of s is integral 0 to t f of u g of t minus u. അപ്പോൾ നമുക്ക് കിട്ടിയ f of t യുടെ വാല്യൂ എന്ന് പറയുന്നത് cos a t ആണ്. സോ f of u എന്ത് വരും? t വന്നെടുത്ത് u വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ cos a u എന്ന് വരും. അതുപോലെ g of t യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 1 by a sin a t ആണ്. സോ g of t മൈനസ് യു എന്ന് പറയുന്നത് എന്ത് വരും? 1 ബൈ എ സൈൻ എ ഓഫ് ടി മൈനസ് യു എന്ന് വരും. ഓക്കെ, ആ വാല്യൂസ് ആണ് ഇവിടെ റീപ്ലേസ് ചെയ്ത് എഫ് ഓഫ് യുവിന് പകരം കോസ് എ യു എന്നും ജി ഓഫ് ടി മൈനസ് യുവിന് പകരം 1 ബൈ എ സൈൻ എ ഇൻറ്റു ടി മൈനസ് യു ഡി യു എന്ന് റീപ്ലേസ് ചെയ്തു. ഇനി 1 ബൈ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ്. ഇൻ്റഗ്രലിന് ഔട്ട് സൈഡ് എടുക്കാം. ഇനി ഇവിടെ സൈൻ ഓഫ് എ ഇൻറ്റു ടി മൈനസ് യു ഇൻറ്റു കോസ് ഓഫ് എ യു, ഇതൊന്ന് ട്രിഗ്നോമെട്രിക് ഫോമുല യൂസ് ചെയ്തിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിൻസ് ദിസ് ഇസ് ഓഫ് ദി ഫോം സൈൻ എ ഇൻറ്റു കോസ് ബി, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 1 ബൈ 2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി. അപ്പോൾ എ ആയിട്ട് ഈ വാല്യൂവിനെ ചൂസ് ചെയ്യുക, എ ടി മൈനസ് യു, അതിന് ബി ആയിട്ട് എ യു ചൂസ് ചെയ്യുക. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് കിട്ടുന്നത്, സൈൻ എ ടി പ്ലസ് സൈൻ ഓഫ് എ ടി മൈനസ് 2au. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുകയാണ്. ഇൻ്റഗ്രേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട്. അപ്പോൾ സൈൻ എ ടിയുടെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു യു എന്ന് പറയുന്നത് എന്ത് വരും? ഇൻ്റഗ്രൽ ഡി യു. സോ വാല്യൂ വിൽ ബി യു. ആൻഡ് ഈ ടേമിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് ബൈ ഈ ടേമിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു. അപ്പോൾ എ ടിയുടെ ഡെറിവേറ്റീവ് 0 വരും. മൈനസ് 2a യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു യു എന്ന് പറയുന്നത് മൈനസ് 2a ടു ദി ലിമിറ്റ് 0 ടു ടി. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ടേംസ് ക്യാൻസൽ ചെയ്ത് പോകും. ആൻഡ് വി ഗെറ്റ് ദി റിസൾട്ട് ആസ് ടി സൈൻ എ ടി ബൈ 2a. സോ ദിസ് വിൽ ബി ദി ഇൻവേഴ്സ് വാല്യൂ ഓഫ് ദി ഗിവൺ ലാപ്ലേസ് ട്രാൻസ്ഫോം. And our next problem, apply convolution theorem to find Laplace inverse of s square by s square plus a square the whole square. ഇതിന് നമ്മൾ ചൂസ് ചെയ്യുന്നത് എഫ് ഓഫ് എസ് ആയിട്ട് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെ ചൂസ് ചെയ്യുകയാണ്. ജി ഓഫ് എസ് ആയിട്ടും എസ് ബൈ
എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിനെയാണ് ചൂസ് ചെയ്യുന്നത്. കാരണം രണ്ടും കൂടി പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടേം കിട്ടുന്നുണ്ട്. ആൻഡ് എഫ് ഓഫ് ടി ആയിട്ട് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് എന്ന് എടുക്കുകയാണ്. എഫ് ഓഫ് എസിൻ്റെ സ്ഥാനത്ത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് ചൂസ് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് കോസ് എ ടി വരും. സിമിലർ ടേം തന്നെയാണ് നമ്മൾ ജി ഓഫ് എസ് ആയിട്ട് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ജി ഓഫ് ടിയുടെ വാല്യൂ എന്ത് വരും? കോസ് എ ടി എന്ന് വരും. ഈ കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യാം. ബൈ ദി കൺവല്യൂഷൻ തിയറം next problem, apply convolution theorem to find the Laplace inverse of s square by s square plus a square the whole square. നമ്മൾ എഫ് ഓഫ് എസ് ആയിട്ട് ചൂസ് ചെയ്യുന്നത് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, ജി ഓഫ് എസ് എന്ന് പറയുന്നതും എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള വാല്യൂ ആണ്. സോ വി ഗെറ്റ് the f of t will be Laplace inverse of f of s, that is Laplace inverse of s square plus a square. So f of t will be cos a t. Similar value തന്നെയാണ് g of t ആയിട്ടും ചൂസ് ചെയ്യുന്നത്, g of s ആയിട്ടും ചൂസ് ചെയ്യുന്നത്. സോ വി ഗെറ്റ് g of t will be cos a t. നമ്മൾ കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യാണ്. സോ ബൈ അപ്ലൈയിങ് ദി കൺവല്യൂഷൻ തിയറം we get Laplace inverse of f of s into g of s will be integral 0 to t f of u g of t minus u. നമ്മുടെ f of t എന്ന് പറയുന്നത് കോസ് എ ടി ആണ്. അപ്പോൾ എഫ് ഓഫ് യു എന്ന് പറയുന്നത് കോസ് എ യു. അതുപോലെ ജി ഓഫ് ടി എന്ന് പറയുന്നത് കോസ് എ യു എ ടി ആണ്. സോ ജി ഓഫ് ടി മൈനസ് യു എന്ന് പറയുന്നത് ടീൻ്റെ സ്ഥാനത്ത് ടി മൈനസ് യു റീപ്ലേസ് ചെയ്യുക. സോ കോസ് എ ഇൻറ്റു ടി മൈനസ് യു. അപ്പോൾ ഇത് കോസ് എ ഇൻറ്റു കോസ് ബി എന്നുള്ള ഫോമാറ്റിലാണ്. സോ അതിൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. കോസ് എ ഇൻറ്റു കോസ് ബിയുടെ ട്രിഗ്നോമെട്രിക് ഫോമിൽ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ടി കോസ് എ ടി പ്ലസ് കോസ് ഓഫ് 2au മൈനസ് എ ടി ഇൻറ്റു ഡി യു. ഇവിടെ ഇൻറ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുക. സോ കോസ് എ ടിയുടെ ഇൻറ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു യു എന്ന് പറയുന്നത് കോസ് എ ടി ഇൻറ്റു യു. കോസ് ഓഫ് 2au മൈനസ് എ ടിയുടെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ 2au മൈനസ് എ ടി ബൈ 2auൻ്റെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് ഡിവൈഡിങ് ഡെറിവേറ്റീവ് ആണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് ബൈ 2a ടു ദി ലിമിറ്റ് 0 ടു ടി. ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്തിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത് 1/2 ഇൻറ്റു ടി കോസ് എ ടി പ്ലസ് സൈൻ എ ടി ബൈ ടി. ദിസ് വിൽ ബി ദി സൊല്യൂഷൻ. Then next problem, using convolution theorem evaluate the integral Laplace inverse of 1/s into s square plus 4. ഇവിടെ എഫ് ഓഫ് എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/s ആണ്. ജി ഓഫ് എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1/s സ്ക്വയർ പ്ലസ് 4. So choosing f of s as 1/s and g of s as 1/s square plus 4. So f of t യുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ്, ദാറ്റ് ഈസ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എഫ് ഓഫ് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ജി ഓഫ് ടി എന്ന് പറയുന്നത് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ്. സോ വി ഗെറ്റ് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1/s സ്ക്വയർ പ്ലസ് 4. സോ ദി വാല്യൂ ഓഫ് ജി ഓഫ് ടി വിൽ ബി 1/2 സൈൻ 2t. Now we are applying the convolution theorem. So we get integral 0 to t f of u എന്ന് പറയുന്നത് 1 വരും, since f of t is 1. Okay, and g of t എന്ന് പറയുന്നത് 1/2 into sin of 2t. So g of t minus u will be 1/2 sin 2 into t minus u du. സോ ഇനി ഇതിനൊന്ന് വിത്ത് റെസ്പെക്ട് ടു യു ഇൻറ്റഗ്രേഷൻ ചെയ്താൽ മതി. സോ സൈൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് 2 ഇൻറ്റു ടി മൈനസ് യു ബൈ മൈനസ് 2 ടു ദി ലിമിറ്റ് 0 ടു ടി. ഇത് അപ്പർ ലിമിറ്റിൽ മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂ 1/4 ഇൻറ്റു 1 മൈനസ് കോസ് 2t എന്ന് വരും. Then the next problem, find the Laplace inverse of 18s by s square plus 36 the whole square. ഇവിടെ f of s ആയിട്ട് ചൂസ് ചെയ്യുന്നത് 18 by s square plus 36 and g of s ആയിട്ട് s by s square plus 36. So the value of f of t will be the Laplace inverse of 18 by s square plus 36. 18 constant coefficient ആയിട്ട് outside എടുത്തു. So we get we have the Laplace inverse of 1 by s square plus a square, which is 1/a sin 80. ഇപ്പോൾ ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരും? 6. സിൻസ് 6 സ്ക്വയർ ഇസ് 36. സോ വി ഗെറ്റ് 1/6 sin 6t. ഇതിനൊന്നും കൂടെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. 3 sin 6t എന്ന് വരും എഫ് ഓഫ് ടിയുടെ വാല്യൂ. Similarly, g of t യുടെ വാല്യൂ എന്ന് പറയുന്നത് ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് s by s square plus 36. By the direct formula we have, it is cos 6t. Now we are applying the convolution theorem, replacing f of u as 3 sin 6t യുടെ സ്ഥാനത്ത് ഇവിടെ u എന്ന് കൊടുക്കുക. അതുപോലെ g of t എന്ന് പറയുന്നത് cos 6t ആണ്. So we get g of t minus u will be cos of 6 into t minus u.
സൈൻ എ ഇൻറ്റു കോസ് ബിയുടെ ഫോമുല അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. ഈ 3നെ ഇൻ്റഗ്രലിന് ഔട്ട് സൈഡ് എടുത്തു. സോ വി ഗെറ്റ് സൈൻ 60 പ്ലസ് സൈൻ ഓഫ് 12u മൈനസ് 60 ഡി യു. ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു യു ചെയ്തിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എടുത്ത് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. വിൽ ഗെറ്റ് ദി സൊല്യൂഷൻ ആസ് 3/2 t സൈൻ 6t. The next problem, the Laplace inverse of 2 by s square plus 1 into s square plus 25. Here the f of s is 2 by s square plus 1 and g of s is 1 by s square plus 25. f of t എന്നുള്ളത് നമുക്ക് എന്തായിട്ട് എടുക്കാം? Laplace inverse of 2 by s square plus 1. So 2 ഔട്ട് സൈഡ് എടുക്കുകയാണെങ്കിൽ 2 into Laplace inverse of 1 by s square plus 1 which is 2 sin t. Similarly, the g of t will be 1 by 5 sin 5t. By applying the convolution theorem, we will get integral 0 to t f of u ന് 2 sin u എന്ന് റീപ്ലേസ് ചെയ്യുക. g of t മൈനസ് u എന്നുള്ളത് 1 by 5 sin 5 tക്ക് പകരം t മൈനസ് ഡി യു. ഈ 1 by 5നെയും 2വിനെയും ഔട്ട് സൈഡ് എടുത്തു 2 by 5. ഇവിടെ sin a ഇൻറ്റു sin b എന്നുള്ള ട്രിഗ്നോമെട്രിക് ഫോർമുല യൂസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് u എന്നും ബിയുടെ സ്ഥാനത്ത് വാല്യൂസ് അപ്ലൈ ചെയ്തിട്ടൊന്ന് ബിയുടെ സ്ഥാനത്ത് 5t മൈനസ് 5u എന്നുള്ള വാല്യൂ കൊടുക്കുക. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ടേം കിട്ടുന്നത്. ഇതിനെ ഡയറക്റ്റായിട്ട് ഇൻ്റഗ്രേഷൻ ചെയ്ത് മതി. സോ കോസിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സൈൻ. സോ സൈൻ 6u മൈനസ് 5t ബൈ ഇതിൻ്റെ ഡെറിവേറ്റീവിനെ ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ബൈ 6. അഗെയിൻ കോസിൻ്റെ ഇൻ്റഗ്രൽ sin 5t minus 4u, derivative of minus 4u is minus 4 to the limit 0 to 4. The upper limit minus lower limit എടുത്തൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ we'll get the solution as 1 by 60 into 5 sin t minus sin 5t. ഇതൊന്ന് LCM എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ മതി. We will get the solution as like this.